എല്ലാവർക്കും അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റ്സ് വീഡിയോ ആണിത്. അപ്പോ തുടങ്ങാം. ആദ്യത്തെ വലിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. നമുക്ക് അറിയാമായിരുന്നു നമ്മുടെ ഡേറ്റ് എന്താണെന്നുള്ളത്, പക്ഷെ എന്നാലും കൺഫേം ചെയ്തിട്ടുണ്ട് 18/12/2026. അതായത് ഈ വർഷം. ഇനി നമ്മൾ ഈ വർഷം മൊത്തം കാത്തിരിക്കേണ്ട ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ സിനിമയുടെ ടീസേഴ്സ് ലീക്ക് ആയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക സ്റ്റീവ് റോജേഴ്സിന്റെ ആയിരുന്നു, അടുത്ത് തോറിന്റെ. ഇത് രണ്ടും ഇപ്പോൾ ഒഫീഷ്യലി വന്നിട്ടുണ്ട്. ഇപ്പൊ അതിനുശേഷം എക്സ്മെൻ സീരീസിന്റെ ഒരു ടീസറും കൂടി ലീക്ക് ആയിട്ടുണ്ട്. ഇനി അടുത്ത വരാൻ പോകുന്നത് നമ്മുടെ വക്കാണ്ട പീപ്പിൾസിന്റെ ആയിരിക്കും എന്ന് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ ടീമിന്റെ ആയിരിക്കും എന്ന് കേൾക്കുന്നുണ്ട്. അത് ഹൈപ്പ് കൂട്ടാനുള്ള പരിപാടിയാണെന്ന് സംശയം ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഈ വർഷം നമ്മുടെ കാത്തിരിപ്പിന് വിരാമം. ഡിസംബർ 18, 2026. മിക്കവാറും ചിലപ്പോ ഇന്ത്യയിൽ അത് ഡിസംബർ 15 വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇറങ്ങാറുണ്ടല്ലോ ഇതിനു മുമ്പ്. അപ്പൊ നമ്മള് ഇൻഫിനിറ്റി വാറിന് ശേഷം കാത്തിരുന്ന അവഞ്ചേഴ്സ് പടം, എൻഡ് ചെയ്യാൻ ശേഷം കാത്തിരുന്ന അടുത്തത് പാട്രിയറ്റിന്റെ റിലീസ് ഡേറ്റ് ഇപ്പൊ കേൾക്കുന്നത് മാർച്ച് 27 വരുന്നുള്ളതാണ്. വിഷു റിലീസ് ആണ്. കാരണം ലാലേട്ടന്റെ ഷെഡ്യൂൾ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഓൾമോസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മാർച്ചില് നമ്മൾ ആട്, അതേമാതിരി ആഷിന്റെ പെഡി മാർച്ചിലാണ്. പിന്നെ പക്ഷെ ലാലേട്ടനും കൂടി ഈ സിനിമയിലുള്ള കാരണം കൊണ്ട് ചിലപ്പോ ദൃശ്യം ചിലപ്പോ വിഷുവിന് ഇട്ടേക്കാം. ഒരു 10 ദിവസം ഏപ്രിൽ 14-15 ആയിരിക്കുമല്ലോ വിഷു. 14 ആയിരിക്കും മിക്കവാറും. എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചില സമയത്ത് ഡ്രൈ ആയിട്ടിരിക്കും, സമയത്ത് സിനിമകള് ലോൺ എടുക്കേണ്ട അവസ്ഥ, ചില സിനിമകൾ നമ്മൾ മിസ്സാക്കി കളയും. അപ്പൊ അടുത്തത് പറയാനുള്ളത് അടുത്ത ഫെസ്റ്റിവൽ റിലീസ് ഐ ആം ഗെയിം. അപ്പോ നമ്മളുടെ നഹാസിന്റെ ദുൽഖർ പടം. അപ്പോ നമ്മൾ ഓണത്തിന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ദുൽഖർ. മലയാളത്തിൽ കുറെ കാലത്തിന് ശേഷം അഭിനയിക്കുന്ന സിനിമ. അതാണ് എടുത്തു പറയേണ്ടത്. ആക്ഷൻ ഫിലിം, പിന്നെ ഒരു പ്രോപ്പർ ഫെസ്റ്റിവൽ റിലീസ്. ഇത് കിങ് ഓഫ് ഖത്തർ ചെയ്യണം, മാറ്റാനുള്ള ഒരു സാധനം. പിന്നെ RDX ഓണം തൂക്കിയ പോലെ തന്നെ ഐ എം ഗെയിം ഓണം തൂക്കട്ടെ. ഒരുപാട് ഫിലിംസ് നമുക്ക് പറയാൻ എല്ലാം വിജയിക്കട്ടെ, നല്ല എല്ലാ. അതെ. അടുത്തത് നമ്മുടെ പള്ളിച്ചട്ടമ്പി, ടോവിനോന്റെ ഡിജോ ജോസ് സംവിധാനം ചെയ്യുന്ന ഫിലിം. അതിൽ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ ഒരു ക്യാമിയോ റോൾ വരുന്നുണ്ട് കാര്യം റൂമുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി പടത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോൾ എന്നാണ് കേട്ടത്. അതായത് ഇനിയൊരു പടത്തിൽ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്നും അതിനുള്ള ലീഡാവും എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഷൂട്ട് ഇപ്പൊ മൈസൂർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും സിനിമകളും ഇങ്ങനെ അഭിനയിക്കുന്നത്. അത് ആക്ച്വലി നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോ പൃഥ്വിരാജ് പോയിട്ട് ടോവിനോന്റെ പടത്തിൽ അഭിനയിക്കണം, ടോവിനെ പോയിട്ട് ബേസിലിന്റെ പടത്തിൽ അഭിനയിക്കണം, ലാലേട്ടൻ വന്നിട്ട് പൃഥ്വിരാജിന്റെ പടത്തിൽ അഭിനയിക്കണം, മമ്മൂക്കാന്റെ പടത്തിൽ അഭിനയിക്കണം. ഇത് നമ്മുടെ അവിടെ മാത്രമേ സംഭവിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഇനി അടുത്തത് ഹിന്ദിയിലെ ആക്ടറായിട്ടുള്ള മിഥുൻ ചക്രവർത്തി. പുള്ളി ഇപ്പൊ അടുത്തൊരു ഇന്റർവ്യൂവില് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയിലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ചോദിച്ചപ്പോൾ പുള്ളി ജയിലർ 2-ലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലത്തെ കാസ്റ്റ് കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ ലിസ്റ്റ് ആയിട്ട് പറയുന്നതിന്റെ ഇടയിൽ SRKയുടെ പേര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഷാറൂഖ് ഖാനും പടത്തിലുണ്ട് എന്നുള്ള കാര്യം. കാരണം അത് ഓൾറെഡി ഭയങ്കര റൂമറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഷാറൂഖ് ഖാൻ ഇന്ത്യയിൽ ആരുണ്ടായില്ല. അതായത് അല്ല, ഒരു 1000 crore വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത്. പക്ഷെ അത് നന്നായിട്ട് യൂസ് ചെയ്യണം. കാരണം നമ്മൾ കൂലി കണ്ടതാണ് എന്താ അവസ്ഥ എന്നുള്ളത്. അല്ല, എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ജനനായകന്റെ ഓഡിയോ ലോഞ്ച് നെൽസൺ വന്ന സമയത്തും സംസാരിക്കുമ്പോഴും ഒക്കെ ആള് കൂളായിട്ടാണ്. അപ്പൊ അതേ ഒരു ഇതിലായിരിക്കും. പക്ഷെ ഇതൊരു ആക്ച്വലി ഒരു പ്രഷർ മൂവി തന്നെയാണ് സത്യം പറഞ്ഞത്. കാരണം പുള്ളി ചെയ്യാൻ വെച്ച സിനിമ 2 എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നില്ല. അത് പ്രഷറിൽ വന്ന സിനിമ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ നന്നാവട്ടെ, കാരണം പുള്ളിക്ക് ആ ബീസ്റ്റ് ചക്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നോർമൽ ആക്ടർ, അതായത് സാധാരണ പറഞ്ഞുകൊണ്ടൊരു ആക്ടർ അല്ല. എന്താ പറയാ, ഇപ്പൊ ഹിന്ദിയിൽ ബോളിവുഡില് അമിതാഭ് ബച്ചന്റെ ഒപ്പം ഇതൊക്കെ കഴിഞ്ഞു വന്നിട്ട് അവിടെ വലിയ ആക്ടർ, നാഷണൽ ഫിലിം അവാർഡ് വരെ കിട്ടിയ ആളാണ്. അഗ്നിപഥിലൊക്കെ അമിതാഭ് ബച്ചന്റെ സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിച്ച ആള്. പിന്നീട് മെയിൻ ലീഡ് വന്നിട്ട് നമ്മൾ ഈ അയാമേ ഡിസ്കോ ഡാൻസ് പാട്ടൊക്കെ മൂപ്പരാണ്. അത് ആ ഡിസ്കോ ഡാൻസിന്റെ ഉസ്താദായിരുന്നു. പിന്നെ അതേമാതിരി ഒരുപാട് ആക്ഷൻ ഫിലിംസ്, ഒരുപാട് സിനിമകൾ, പിന്നെ തെലുങ്കിൽ അഭിനയിച്ചിട്ടുണ്ട്, വേറെ ലാംഗ്വേജുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വലിയ ആക്ടറാണ്. അതെ. അടുത്ത ജനനായകന്റെ മെയിൻ അപ്ഡേറ്റ് ഇപ്പൊ നമുക്ക് പറയാനുള്ളത് 4 മണിക്ക് പുലർച്ചെ കേരളത്തിൽ ഷോ ഉണ്ട്, ഫാൻ ഷോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 6 മണിക്ക് മാറ്റിയിരിക്കും. അത്
തമിഴ്നാട്ടില് 8 മണി 9 മണിക്കാണ് ഷോ. അതിപ്പോ ഒഫീഷ്യൽ അതിന്റെ അനൗൺസ്മെന്റും പ്രസ് റിലീസും ഒക്കെ വന്നത് കാരണം കൊണ്ട് നമുക്ക് പറയാം 6 മണിക്കാണ് ഷോ വരുള്ളൂ. ഈ വർഷം 1000 കോടി കളക്ട് ചെയ്ത ഒരു സിനിമ ഉള്ളൂ, ദുരന്തറാണ്. അപ്പോൾ ഇപ്പോഴും തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ തന്നെയാണ്. ഭയങ്കര അഭിപ്രായം വന്ന ഒരു സ്പൈ ഫിലിമാണ്. ഇതാണ് ആക്ച്വലി സ്പൈ ഫിലിം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ സിനിമേനെ വാഴ്ത്തുന്നുണ്ട്. കാരണം നമ്മുടെ YRF സ്പൈ യൂണിവേഴ്സിറ്റി ആക്ച്വലി എന്താ പറയാ, സ്പൈ ഫിലിം എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, മറ്റേ ശങ്കരാടി പറഞ്ഞ മാതിരി കുറച്ച് ക്യാമിയോ, കുറച്ച് ബിക്കിനി സീൻസ്, കുറച്ച് കഴിഞ്ഞാൽ സ്പൈ ഫിലിം ആവില്ലല്ലോ. സ്പൈ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ബ്രൂട്ടലായിട്ട് ഹോണസ്റ്റ്ഫുൾ ആയിട്ട് സ്പൈ ഫിലിം രൺവീർ സിംഗിന്റെ ഭാഗ്യമാണ് ഈ സിനിമ. കാരണം കുറെ കാലമായിട്ട് ആളെ ഇപ്പോഴും വാങ്ങിച്ച എയറിൽ തന്നെയാണ് ആ കാന്താര. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ സിനിമ അത്യുഗ്രൻ സിനിമയാണ്. പിന്നെ ആദിത്യധർ നമ്മളെ യൂരിയുടെ ഡയറക്ടറാണ് ഈ സിനിമ. സിനിമയില് രൺവീർ സിംഗ് ആണ് അഭിനയിച്ചതെങ്കിലും അക്ഷയ് തന്നെയാണ് തൂക്കിയത്. അപ്പൊ അക്ഷയ് പണ്ടത്തെ റൊമാൻറ്റിക് ഹീറോ ആണ് ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു വില്ലനായിട്ട്. ദുരന്തർ സെക്കൻഡ് പാർട്ടിന്റെ റിലീസ് ഡേറ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. മാർച്ച് 19. നേരത്തെ മാർച്ച് 19 ഭയങ്കര ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് സെക്കൻഡ് പാർട്ടിന് ഒരു ലീഡ് ആണ്. ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ തന്നെയാണ്. അപ്പൊ എന്താ, അതെ അതെ മാർച്ച് 19 അപ്പൊ ഭയങ്കര ഡേറ്റ് ആയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഇനി അടുത്തത് അല്ലു അർജുൻ 22. അല്ലു അർജുൻ 22 ഇന്ത്യയിലാണ് ഇപ്പോഴത്തെ സ്കെഡ്യൂൾസ് ഒക്കെ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ സ്കെഡ്യൂൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജനുവരിയിൽ ഓവർസീസ് സ്കെഡ്യൂൾസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അറ്റ്ലി അതിന്റെ ബ്രേക്കിലാണോന്ന് അറിയില്ല. ജനനായകന്റെ ഓഡിയോ ലോഞ്ചിൽ നെൽസൺ വന്ന പോലെ തന്നെ അറ്റ്ലിയും വന്നിട്ടുണ്ടായിരുന്നു. അതെന്താ ആ വന്ന 3 പേരും വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സൺ പിക്ചേഴ്സിന്റെ പടത്തിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ട്രോൾ മീംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവരെങ്ങനെ ലീവ് എടുത്തെന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, ഈ വരുന്ന മെയ്യോട് കൂടിയിട്ട് സിനിമയുടെ ഷൂട്ട് കഴിയും. അതൊരു നല്ല തീരുമാനമായിട്ടാണ് തോന്നിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വലിയൊരു സിനിമ കൃത്യമായിട്ട് അതിനൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് അത് തീർക്കാന്ന് പറഞ്ഞാൽ വലിയ. അതെ, കാരണം ഒരു 7-8 മാസം ഷൂട്ട് എന്നുള്ള കാര്യം തന്നെ. അപ്പോഴേക്കും അല്ലു അർജുൻ അടുത്ത സിനിമയ്ക്ക് കയറാലോ. അല്ല, അല്ലു അർജുൻ ഒരു പുഷ്പ സെക്കൻഡ് പാർട്ട് 5 വർഷം അത്ര ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഇനി അടുത്തത് അതിരടി ബേസിൽ ജോസഫ്, ടോവിനോ തോമസ്, വിനി ശ്രീനിവാസനൊക്കെ കൂടി അഭിനയിക്കുന്ന, ടോവിനോടൊക്കെ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമ. ആ സിനിമയുടെ ഒരു ക്യാരക്ടർ അനൗൺസ്മെന്റ് മാതിരി ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സിനിമ ഒരു ഫെസ്റ്റിവൽ റിലീസ് ആയിട്ടാണ് അവർ ഉന്നമിക്കുന്നത് ഓണത്തിന്. അതെ, അടുത്തത് നമ്മുടെ സൂര്യ 46 വെങ്കിയുടെ ഫിലിം. ആ സിനിമയുടെ ഒരു പ്ലോട്ട് ഒഫീഷ്യലി വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞതാണ്. അതായത് ഒരു 45 വയസ്സുള്ള ഒരാളും 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയും തമ്മിലൊരു ലവ് റിലേഷൻഷിപ്പിന്റെ കഥയാണ്. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് കളക്ട് ആവുമെന്ന് അറിയില്ല, എത്രത്തോളം സിനിമ നന്നാവും എന്നറിയില്ല. ഇത് പ്ലോട്ടിൽ അത് സത്യം പറഞ്ഞാൽ നന്നാവണം. കാരണം അതൊരു കല്ലുകടി ആവാൻ പാടില്ല ഈ ഒരു സംഭവം. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷ ഉണ്ട്. അതെ, അത് നല്ലൊരു സിനിമ. കാരണം സൂര്യ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണല്ലോ. ഇനി അടുത്തത് പ്ലൂട്ടോ. അൽതാഫ് സലീമും അതുപോലെ തന്നെ നീരജ് മാധവും കൂടി ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ. അൽതാഫ് സലീം ഏലിയനായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. നമ്മൾ ഈ സിനിമ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഗ്ലിംസ് വന്നപ്പോ നമ്മൾ പറഞ്ഞു അത് ആ മൂവിയുടെ ഒരു അനൗൺസ്മെന്റ് കൂടിയായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അന്ന് അത് ഷൂട്ട് കഴിഞ്ഞപ്പോ ഷൂട്ടൊക്കെ ഉറപ്പായിട്ട് ഇപ്പൊ 1-ാം തീയതി 11/11 സിനിമയുടെ ഒരു എന്താ പറയാ ടീസറാണ്. പക്ഷെ അവര് ഫസ്റ്റ് കോണ്ടാക്ട് അങ്ങനത്തെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സിനിമ റിലീസായിട്ട് നന്നാവുകയാണെങ്കിൽ നമ്മൾ ആദിത്യൻ ചന്ദ്രശേഖർ ആയിരുന്നു മനസ്സിലാക്കുക. കാരണം പുള്ളി അടുത്ത പടം നിവിനെ വെച്ചിട്ട് മൾട്ടിവേഴ്സ് മന്മഥനാണ്. പ്ലൂട്ടോ സിനിമ ആദ്യം ആദിത്യൻ ചന്ദ്രശേഖർ അല്ലായിരുന്നു, വേറൊരു ആളായിരുന്നു. നമ്മള് ഈ സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ ഈ പ്രോജക്ട് ചന്ദ്രശേഖർ അല്ല ചെയ്യണ്ടായിരുന്നു. അന്ന് വന്ന പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നീട് ഈ സിനിമയെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴും പല പോസ്റ്ററിലും പല ആൾക്കാരുടെ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇയാളാണ് ചെയ്യുന്നത്. ഇയാൾ അടുത്ത പടം നിവിൻ പോളി മൾട്ടിവേഴ്സ് ഓഫ് മന്മഥൻ എന്നുള്ള സിനിമയാണ്. അപ്പൊ ഇനി അടുത്തത് PR, അതായത് പ്രദീപ് രംഗനാഥന്റെ. ഇപ്പൊ തമിഴ്നാട്ടില് 100 കോടിയുടെ ആശാനായിട്ട് നിൽക്കുന്ന ആള് ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് ബ്ലോക്ക് ബസ്റ്റേഴ്സ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അയാളെ പറ്റി എന്തൊക്കെ കുറ്റങ്ങളോ അയാളെ സിനിമകളെ പറ്റി എന്തൊക്കെ മോശം ആൾക്കാർക്ക് പറയാണ്ടെങ്കിലും കളക്ഷൻ വൈസ് പിന്നെ റീലുകളിലും ഇൻസ്റ്റാഗ്രാമിലും പാട്ടുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കണ തരത്തില് ആളിതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആളൊരു അസാധ്യ ഡയറക്ടറും കൂടിയാണെന്നുള്ള ഒരു സംഗതി ഉണ്ട്. ഇപ്പൊ കോമാളി ആവട്ടെ, ലവ് ടുഡേ ആവട്ടെ,
അദ്ദേഹം വീണ്ടും ഒരു ആക്ടർ ഡയറക്ടർ എന്നുള്ള ലെവലിൽ ഇതിപ്പോ നമ്മളെ വിജയോട് പറഞ്ഞ കഥയാണ്. അത് വിജയ് ആക്ടിങ് ഇല്ലാത്തത് കാരണം കൊണ്ട് ആ സിനിമ അദ്ദേഹം തന്നെ ചെയ്യാന്നുള്ള തരത്തേക്ക് വന്നിട്ടുണ്ട്. AGS തന്നെയാണ് സിനിമ, സംശയമില്ലല്ലോ. AGSന് ഇത്രയും ലാഭം ഉണ്ടാക്കി കൊടുത്ത ഒരാള് എന്നുള്ള ലെവലില് അവർ തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യണത്. സിനിമയിൽ ഇപ്പൊ 2 ഹീറോയിൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫൈനൽ ആയിട്ടില്ല. മീനാക്ഷി ചൗധരി പിന്നെ രുക്മിണി വസന്താണ് ഇപ്പൊ ടോക്കിൽ പോകുന്നത്. സിനിമ ഞാൻ ഇച്ചിരി കൂടി എന്താ പറയാ വലിയ ബഡ്ജറ്റിൽ വരുന്ന പ്രതിവിന്റെ അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി അതിനനുസരിച്ച് ഓൾറെഡി LIക്ക് 100 CR ബഡ്ജറ്റ് വന്ന പടമാണ്. അപ്പൊ ഇത് എത്ര വരും അറിയില്ല. അതിൽ മൂപ്പർക്ക് അത്യാവശ്യം നല്ല സാറ്റലൈറ്റ് വാല്യൂ ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ അത്യാവശ്യം നല്ല ബിസിനസ് ഒക്കെ നടക്കും. അടുത്ത നമ്മുടെ മുക്കുത്തിയമ്മൻ 2 നമ്മുടെ സുന്ദർസി സംവിധാനം ചെയ്യുന്ന നമ്മളെ സിനിമ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് വാർത്തകൾ വരുമ്പോൾ. അപ്പോൾ നയൻതാര നായികയായിട്ട് വരുന്ന സിനിമ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം 2026 സമ്മർ റിലീസാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതേമാതിരി ഇപ്പൊ മൂക്കുത്തിയമ്മന്റെ കാര്യം ഇപ്പൊ നമ്മൾ ഇതേമാതിരി പറഞ്ഞു. സുന്ദർസിയുടെ സിനിമയ്ക്കും പല വിമർശനങ്ങളുണ്ട്. പ്രദീപിന്റെ കാര്യമാതിരി താരതമ്യം ചെയ്യുന്നില്ല. പക്ഷെ സുന്ദർസിയുടെ സിനിമയ്ക്ക് ഭയങ്കര മോശം അഭിപ്രായം. ആ സിനിമ ഭയങ്കരമായിട്ട് കളക്ട് ചെയ്യും. ഇപ്പൊ മോശം വന്ന സിനിമകള് ഒരു വർഷം ഇറങ്ങിയ സിനിമകൾ ഏറ്റവും കളക്ട് ചെയ്ത സിനിമയായിട്ട് വരുന്ന ഒരു ചരിത്രമൊക്കെ ഉണ്ടായ ആൾക്ക്. അപ്പൊ ആക്ച്വലി നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് രജനീകാന്തിന്റെ പടം ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ആ വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട് സുന്ദർസിക്ക് വേണ്ടിയിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളന്ന് വിശാലിന്റെ പടത്തെ കാര്യം പറഞ്ഞു. പിന്നെ ഒരു കാർത്തി ഫിലിം ഉണ്ട്, സേതുപതിയേറ്റ് പടം ഉണ്ട്. അയാള് ഒരിക്കലും റെസ്റ്റ് ചെയ്യുന്നില്ല. അയാൾ പടങ്ങൾ എന്തൊക്കെ പറഞ്ഞു അയാൾ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പഞ്ഞില്ല, അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോ ഈ മൂക്കുത്തിയമ്മയില് നയൻതാര അല്ലാണ്ട് വരുന്ന കാസ്റ്റിൽ ഞാൻ കണ്ട ഒരാള് ദുനിയ വിജയാണ്. ദുനിയ വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നഡയിലൊരു ലീഡ് ആക്ടറാണ്. അദ്ദേഹം വീരസിംഹ റെഡ്ഡിയില് വില്ലനായിട്ട് അഭിനയിച്ചാള്. അദ്ദേഹത്തിന്റെ തല വെട്ടിയിട്ടാണ് കലാഭവമണിയുടെ തലയാക്കിയിട്ടുള്ള ആ മീമൊക്കെ വന്നത്. ആ ഭക്ഷണം നടത്തി കൊടുക്കുന്ന സാധനത്തിന്റെ ആ സിനിമയിൽ അദ്ദേഹമാണ് ബാലയുടെ വില്ലനായിട്ട് അഭിനയിച്ചത്. അതവിടെ ദുനിയ എന്ന് പറഞ്ഞ ഒരു ഫിലിമിൽ നായകനായി വന്നിട്ട് അവിടെ ഒരുപാട് സിനിമകൾ നായകനായിട്ടുണ്ടായിരുന്നതാണ്.